നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പട്ടി വാർത്തയല്ലാത്ത വേറെ വാർത്തയൊന്നും സംപ്രേഷണം ചെയ്യാനില്ലേ എന്ന് ചോദിച്ചു. ഇതാണ് അന്ന് നമ്മൾ സംപ്രേഷണം ചെയ്ത വാർത്തയിലെ പ്ലൂട്ടോ. നമ്മുടെ പ്ലൂട്ടോയെ തിരുവനന്തപുരത്ത് നിന്ന് വളർത്തുനായെ കാണാനില്ലെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ആ പ്ലൂട്ടോയെ തിരികെ കിട്ടിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇതൊക്കെ വലിയ വാർത്തയാണെന്ന് ചോദിക്കും. ചില ജീവികളുമായി ചില മനുഷ്യർക്കുള്ള ബന്ധമുണ്ടല്ലോ, അത് ഒരു വാർത്ത തന്നെയാണ്. അതിനകത്തൊരു കാൽപ്പനികമായ സ്വഭാവമുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് അധ്യാപികയായ വൃന്ദ 2 ദിവസത്തേക്ക് ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ പ്ലൂട്ടോയെ കാട്ടാക്കടയിൽ നായകളെ പരിപാലിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിരുന്നു. പിന്നാലെയാണ് ഈ പ്ലൂട്ടോയെ കാണാതായത്. പ്ലൂട്ടോ വികൃതിയാണ്. അവൻ പെട്ടെന്ന് തന്നെ ചാടിയോടി എവിടേക്കോ പോയി. പിന്നീട് വീട്ടുകാർ തെരച്ചിലായി, അന്വേഷണമായി, 10,000 രൂപ ഇനാം പ്രഖ്യാപിക്കലായി. പ്ലൂട്ടോയെ കണ്ടെത്താനായില്ല. ഒടുവിൽ നമ്മുടെ വാർത്ത വന്നു. അരുൺ സോളമനാണെന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അരുൺ സോളമൻ നമുക്കൊപ്പമുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. ഹാപ്പി ആയില്ലേ? അരുണും ഒപ്പം വൃന്ദയും വൃന്ദയുടെ മകനും വീട്ടുകാരും എല്ലാവരും പ്ലൂട്ടോ ഹാപ്പിയല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ഒരുപാട് സന്തോഷം. നമ്മൾ ചെയ്ത വാർത്തയാണ്. ഇപ്പോ പ്ലൂട്ടോയുടെ വീട്ടിലാണുള്ളത്. അരുൺ സൂചിപ്പിച്ചതുപോലെ ഏറെ വികൃതി കുട്ടനാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ വളരെ അഗ്രസീവായിട്ട് കുരയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെയും കുറഞ്ഞ ഒരു 10 ദിവസത്തോളം കാണാതായതിന് പിന്നാലെ ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാതെ ക്ഷീണിതനായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ ആശുപത്രിയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പ്ലൂട്ടോയുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഗേറ്റില് പ്ലൂട്ടോന് സമാനമായിട്ടുള്ള ഒരു പടമൊക്കെ വെച്ച് ബിവെയർ ഓഫ് മീ എന്നൊക്കെ വെച്ച് ഒരു മുന്നറിയിപ്പ് എന്തായാലും നൽകിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ പ്ലൂട്ടോയുടെ നമുക്ക് അഗ്രസീവായിട്ടുള്ള കൊര കേൾക്കാം. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപിക കൂടിയായിട്ടുള്ള വൃന്ദ കുടുംബവും വളരെയധികം സന്തോഷത്തിലാണ്. ടീച്ചറെ, എന്നായിരുന്നു കിട്ടിയത് പ്ലൂട്ടോയെ? കിട്ടിയത് മിനിഞ്ഞാന്നായിരുന്നു കിട്ടിയത്. വ്യാഴാഴ്ച, ഇന്ന് ബുധൻ അല്ലേ? അല്ല, ചൊവ്വാഴ്ചയാണ് കിട്ടിയത്. ചൊവ്വാഴ്ച ഒരു വൈകുന്നേരം ആയപ്പോൾ ഈ അദ്ദേഹത്തെ നോക്കാൻ ഏൽപ്പിച്ച ആള് തന്നെ ആദ്യം മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പോസ്റ്റർ അടിക്കാനും ആദ്യം റിവാർഡൊക്കെ പ്രഖ്യാപിച്ച അദ്ദേഹം തന്നെയാണ്. പിന്നെ നോട്ടീസ് ചെയ്തു, പത്രത്തിനോടൊപ്പം കൊടുത്തു. ഞങ്ങൾക്കിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ മുട്ടട കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വരാതെ തന്നെ അദ്ദേഹം തന്നെ പോയി നോക്കി വീഡിയോസ് അയച്ചു തന്നു. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്ത് തന്നെയാണ് ഇതിനെ അറിയിച്ചതും. ഞങ്ങളിങ്ങനെ എല്ലായിടത്തും പോകുമ്പോൾ റിപ്പോർട്ടേഴ്സ് തന്നെ വാർത്ത കണ്ടു എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും ഇങ്ങനെ ശരിക്കും ഒരു ഇൻഫർമേഷൻ കിട്ടില്ല. കാരണം ഇവ വളരെ അകലെയല്ലായിരുന്നു. പിന്നെ ഒരു 2 ഏക്കറോളം വരുന്ന ഒരു റബ്ബർ പുരയിടത്തിൽ ഒളിച്ചു കിടക്കുകയാണ്. കുറെ ഇടിഞ്ഞ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങും ഇറങ്ങാതെ ഒരിടത്ത് തന്നെ ഭക്ഷണം കഴിക്കാതെ വളരെ മെലിഞ്ഞുപോയി. കാലിന് ചെറിയ പ്രശ്നമുണ്ട്, ഇങ്ങനെ മുടഞ്ഞു നടക്കുന്നത്. പിന്നെ ഭയമുണ്ട് വല്ലാത്ത. ഭക്ഷണത്തോട് ഭയങ്കര ആഗ്രഹമുണ്ട്. നേരത്തെ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കും, എത്ര വിളിച്ചാലും വരാത്ത ആളായിരുന്നു. ഇപ്പൊ കിട്ടിയാലും കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. പിന്നെ വലിയ ക്ഷീണിതനാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയി വാക്സിൻ നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടെ വാക്സിൻ എടുത്തു. ഇന്നലെ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് അറിഞ്ഞൂടല്ലോ. പക്ഷെ ഒരു ഡോഗുമായിട്ട് അടുത്ത് പോയിട്ടില്ല. ഒരു വീട്ടിന്റെ പിറകെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ തിരിച്ചോടി കളഞ്ഞു. നിങ്ങളെല്ലാവരും മോനൊഴികെ എല്ലാവരും ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നവരാണ്. പ്ലൂട്ടോ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലും വളർത്തുമൃഗങ്ങളോടുള്ള സ്നേഹം ഇവിടെ വന്നപ്പോൾ നമുക്കത് അറിയാൻ കഴിഞ്ഞു. സാറിന് ജോലിക്ക് പോലും പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങിയോ? ഇപ്പോൾ ജോലിക്കൊക്കെ പോയി വളരെ സന്തോഷമുണ്ട്. ജോലിക്ക് പോയത് മാത്രമല്ല, അവിടെ ഉള്ള എല്ലാവരും ഒന്ന് അറിഞ്ഞ് അവർക്കെല്ലാം വളരെ സന്തോഷമായി. ആദ്യം അതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. അപ്പം പിന്നീടാണ് അത് ബോധ്യമായത് നമ്മളെ ഈ ഒരു സാഹചര്യം. അപ്പൊ അവർക്ക് ബോധ്യം, അവർക്കെല്ലാം സന്തോഷമായി. അതുപോലെ നമുക്ക് ഈ റിപ്പോർട്ടർ ടിവിയോട് പ്രത്യേകം നന്ദിയുണ്ട്, അതിന്റെ മാനേജ്മെന്റിനോട്. അതോടൊപ്പം തന്നെ നമ്മളെ ഈ അരുൺകുമാർ കൃത്യമായിട്ട് അത് പ്രസന്റ് ചെയ്ത് വളരെ കൃത്യമായി പ്രസന്റ് ചെയ്തു. കണ്ടവരെല്ലാം പറഞ്ഞതാണ്. അതോടൊപ്പം നമ്മളെ റിപ്പോർട്ട് ചെയ്ത അരുൺ സോളമനായാലും മറ്റേ ക്യാമറമാനായാലും അവരോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കാര്യം കൂടെ ഞാൻ ഇപ്പം പറയാം. ആദ്യം നമ്മൾ റിപ്പോർട്ടർ ടി വി അല്ല സമീപിച്ചത്. അതും കൂടെ ഞാൻ ഇപ്പം പറയണം. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പക്ഷെ നിങ്ങൾ നമ്മൾ ആ ഒരു വിഷമകരമായ സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്നത് അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അത് വളരെ ആശ്വാസകരമായ ഒരു സംഗതിയാണ്. അതിന് ഞാൻ പ്രത്യേക നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. അരുൺ, നമുക്കിവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടത് പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഇവിടെ അവരുടെ മകനാണ്. പേരെന്താ? പേര് കൃഷ്ണഹരി. +1 പഠിക്കുന്നത്. സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. വളരെയധികം വിഷമത്തിലായിരുന്നു അല്ലേ? വളരെയധികം വിഷമത്തിലായിരുന്നു. സ്കൂളിൽ പോകാൻ വയ്യ. കാണാതായെന്നുള്ളത്, ഇനി എവിടെയെങ്കിലും പോയാൽ തന്നെ എന്ത് പറ്റിയെന്നുള്ള ചിന്തകളുണ്ട്. നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാനേ പറ്റില്ല. നിങ്ങൾ നെടുമങ്ങാട് സ്വദേശികളാണ്. വെള്ളറുടെ വരെ ഈ ഡോഗ് എത്തിയെന്ന് കരുതി പ്ലൂട്ടോയെ അന്വേഷിച്ച് വെള്ളറുടെ വരെ പോയവരാണ്. അപ്പോ ഏതറ്റം വരെയും അന്വേഷിക്കാനുള്ള ഒരു ധൈര്യവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നില്ലേ ഉള്ളില്? ഒരു വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, അവന് ഒന്നും പറ്റില്ല, എവിടെ നിന്നായാലും കിട്ടും, നമുക്ക് കണ്ടെത്താം, ഏതറ്റം വരെ പോകാന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു.
അങ്ങനെ നടന്നാണ് ഓക്കെ നമ്മുടെ കഥാനായകൻ എവിടെ അരുൺ? ഇന്നിനി പോണം. ഇന്നാണ് ഇനി പോകുന്നത് അല്ലേ? ഇന്ന് കഴിഞ്ഞ ദിവസം പോയി. അരുൺ, എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം ഈ കടിക്കുമെന്നുള്ളതുകൊണ്ട് ഇപ്പോ നമുക്കിവിടെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ടീച്ചറിന്റെ കയ്യിലാണ് ആ പ്ലൂട്ടോ ഇരിക്കുന്നത്. എന്തായാലും വിപിൻ ചെങ്കൽ ആ ദൃശ്യം കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കൂ പ്രേക്ഷകർക്ക്. ഓക്കെ, അവനിങ്ങനെ ഇതാണ് പ്ലൂട്ടോ. വളരെയധികം അഗ്രസീവായ ഡോഗാണ്. ഒരു നായ അല്ലേ? അച്ചോടാ. ഓക്കെ, അതെ, ലാപ്സോ ആപ്സോ എന്ന് പറയുന്ന ഒരു ബ്രീഡ് ഇനത്തിൽപ്പെട്ട ഡോഗാണ്. 4.5 വയസ്സുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഈ വാർത്ത പുറത്തെത്തിച്ചു. ടീച്ചറിനും കുടുംബത്തിനും സന്തോഷം നമ്മളെ കൂടി അറിയിക്കുക. ഇത് നമ്മളുടെ കൂടി ഒരു സന്തോഷമാണ്. ചില പ്രേക്ഷകർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ. കാരണം ചില ജീവികളുമായിട്ട് ചില മനുഷ്യർ ചില ആത്മബന്ധമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരു കുടുംബത്തെ പോലെ, ഒരാളെ കാണാതായതുപോലെയാണ്. ആ കുടുംബത്തിന് മുഖത്ത് വരുന്ന ഒരു ചിരിയുണ്ടല്ലോ, ആ പ്ലൂട്ടോയെ തിരിച്ചു കിട്ടിയപ്പോൾ പ്ലൂട്ടോയ്ക്ക് എന്തൊരു ആശ്വാസമായിരിക്കും.